50 കോടി രൂപ ഒരു രാപ്പകൽ കൊണ്ട് അക്കൗണ്ടിലേക്ക് വരികയാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ശമ്പളക്കാരനോ ബിസിനസ്സുകാരനോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്രയും വലിയ തുക. ദുബായ് ബിഗ് ടിക്കറ്റ് അടിച്ച വാർത്തകൾ വരുമ്പോഴൊക്കെ നമ്മൾ മലയാളികൾ ആവേശത്തോടെ അത് ഷെയർ ചെയ്യാറുണ്ട്. എന്നാൽ ഈ പണം തിരിച്ച് നാട്ടിലേക്ക് നിങ്ങളുടെ സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ നോക്കുമ്പോഴാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. നിയമത്തിന്റെ വലിയൊരു കെണി അവിടെയുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വിഷയത്തിന്റെ വലിയ നിയമക്കുരുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സംശയങ്ങൾക്ക് കൃത്യമായി നിയമസാധൂകരണം നൽകാൻ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടിംഗ് ഫേമായ അർപ്പണ അസോസിയേറ്റ്സിലെ അർപ്പണ ഈ വീഡിയോയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ പറയുന്ന ഓരോ സാമ്പത്തിക വശങ്ങളും ചട്ടപ്പടി എങ്ങനെയാണെന്ന് അർപ്പണ വ്യക്തമാക്കും. സത്യം പറഞ്ഞാൽ വിദേശ ലോട്ടറി അടിക്കുന്ന ആളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് കാര്യങ്ങൾ പൂർണ്ണമായി മാറും. നിങ്ങളൊരു പ്രവാസിയാണോ അതോ നാട്ടിലിരുന്ന് ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്ത ആളാണോ? ഈ രണ്ടവസ്ഥയും രണ്ട് രീതിയിലാണ് നമ്മുടെ റിസർവ് ബാങ്കും ആദായ നികുതി വകുപ്പും കാണുന്നത്. ഇവിടെയാണ് ഒന്നാമത്തെ കേസ്. നിങ്ങൾ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനോ പ്രവാസിയോ ആണെന്ന് കരുതുക. നിങ്ങൾ അവിടെ വെച്ച് നിയമപരമായി ബിഗ് ടിക്കറ്റ് എടുത്തു, ഭാഗ്യം തുണച്ചു. ഈ പണം എങ്ങനെ നാട്ടിലേക്ക് അയക്കും? ഇതിന്റെ നികുതി എന്താണ്? ഇവിടെ പ്രവാസികൾക്ക് ആശ്വാസകരമായ ഒരു നിയമമുണ്ട്. ഒരു NRI തന്റെ വിദേശത്തെ വരുമാനം ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ അതിന് ആദായ നികുതി കൊടുക്കേണ്ടതില്ല. ദുബായ് ലോട്ടറി വരുമാനത്തിന് മേൽ അവിടെ നികുതി ഈടാക്കാത്തത് കൊണ്ട് ആ പണം മുഴുവനായി നിങ്ങൾക്ക് നാട്ടിലെ NRI അക്കൗണ്ടിലേക്ക് മാറ്റാം. ഇൻവേർഡ് റെമിറ്റൻസ് ആയി ഈ പണം ഇന്ത്യയിൽ എത്തുമ്പോൾ ബാങ്കിൽ കൃത്യമായി സോഴ്സ് പ്രൂഫ് കാണിച്ചു കൊടുത്താൽ മതിയാകും. ഫോറിൻ ലോട്ടറി വിന്നിങ്സ് അത് ഇന്ത്യയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? ഇതിന് ഇന്ത്യയിലെ ടാക്സിബിലിറ്റി എന്താണ്? ഈ ഫണ്ട്സ് യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാം? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഫണ്ട്സ് റിസീവ് ചെയ്യുന്ന വ്യക്തി ഒരു നോൺ റെസിഡന്റ് ആണോ അല്ലെങ്കിൽ റെസിഡന്റ് ആണോ എന്നതിനെ ആസ്പദമാക്കി രണ്ട് ആംഗിളിലൂടെ നമുക്കിതിന് വിശകലനം ചെയ്യാം. ആദ്യമായിട്ട്, ആരാണ് നോൺ റെസിഡന്റ്, ആരാണ് റെസിഡന്റ്? വിദേശ രാജ്യത്ത് ഒരു വിസ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരാൾ ഇന്ത്യയിൽ നോൺ റെസിഡന്റ് ആവുന്നില്ല. ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ അദ്ദേഹം എത്ര ദിവസം താമസിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം ഒരു റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പം ഒരേ വ്യക്തി തന്നെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ റെസിഡന്റ് ആയിരിക്കും, അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ നോൺ റെസിഡന്റ് ആയിരിക്കും, തിരിച്ചും സംഭവിക്കാം. ഒരു വ്യക്തി നോൺ റെസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിദേശ രാജ്യത്ത് ഉറപ്പായിട്ടും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രൈസ് വിന്നിങ്സ് ആദ്യം ക്രെഡിറ്റ് ആവുന്നത് അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അവിടെ നിന്ന് അദ്ദേഹത്തിന് പ്രോപ്പർ ബാങ്കിങ് ചാനൽസ് വഴി അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ NRI അക്കൗണ്ടിലേക്ക് ഈ ഫണ്ട്സ് റെമിറ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം റെസിഡന്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിദേശ രാജ്യത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഫണ്ട്സ് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അവിടെയും നമ്മൾ നേരിടാവുന്ന ഒരു ചെറിയ നിയമ തടസ്സം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഫണ്ട്സ് യൂസ് ചെയ്ത് ഫോറിൻ ലോട്ടറി ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യുന്നത് ഫെമ റൂൾസ് പ്രകാരം പ്രോഹിബിറ്റഡ് ട്രാൻസാക്ഷൻ ആണ്. അപ്പം ഈ വ്യക്തി ഫോറിൻ ലോട്ടറി പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഡെബിറ്റ് കാർഡോ ഇന്ത്യൻ ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഈ എമൗണ്ട് ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്യുന്നതിന് ചെറിയൊരു നിയമ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. അപ്പം ഈ വ്യക്തി ഒന്നുകിൽ അദ്ദേഹം വിദേശത്തുള്ള സമയത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കണം ഈ ഫോറിൻ ലോട്ടറി ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്തിരിക്കേണ്ടത്. യൂഷ്വലി പ്രൈസ് വിന്നിങ്സ് വലിയ എമൗണ്ട് ആയതുകൊണ്ട് AML കംപ്ലയൻസ് കൂടെ കടന്നിട്ടേ ആ എമൗണ്ടിന് ഇന്ത്യയിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഇവിടെ ഇത് റിസീവ് ചെയ്യുന്ന ആളുടെ ഐഡൻറ്റിറ്റിയും ഈ ഫണ്ട്സിൻ്റെ സോഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് ലോട്ടറി വിന്നിങ് സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വിദേശത്ത് ഈ എമൗണ്ട് ക്രെഡിറ്റ് ആയതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സോ ഒക്കെ വെച്ച് നമുക്ക് സ്ഥാപിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കൂടുതൽ സങ്കീർണമായ രണ്ടാമത്തെ കേസിലേക്ക് പോകാം. നാട്ടിലിരിക്കുന്ന ഒരാൾ, ഉദാഹരണത്തിന് നാട്ടിലെ ഒരു ചെറുകിട ബിസിനസ്സുകാരൻ ഫോൺ വഴി ഓൺലൈനായി ദുബായ് ബിഗ് ടിക്കറ്റ് എടുക്കുന്നു. അയാൾക്ക് 50 കോടി അടിച്ചു. ഈ പണം ഒരു സാധാരണ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇവിടെയാണ് നമ്മൾ കളി തോൽക്കുന്നത്. നിയമം വളരെ കർശനമാണ്. റിസർവ് ബാങ്കും നമ്മുടെ ഇൻകം ടാക്സ് വകുപ്പും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാറില്ല. റിസർവ് ബാങ്കിന്റെ ഫെമ അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ഇന്ത്യയിലിരുന്ന് വിദേശ ലോട്ടറികൾക്കോ ചൂതാട്ടങ്ങൾക്കോ പണം അയക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. RBIയുടെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം അഥവാ LRS നിയമപ്രകാരം ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വിദേശത്തേക്ക് പണം കൈമാറാൻ പോലും അനുവാദമില്ല. അപ്പോൾ പിന്നെ നാട്ടിലിരുന്ന് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ വഴി ടിക്കറ്റ് എടുത്തത് എങ്ങനെയാണ്? പലരും ഈ ലൂപ്പ് ഹോൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പണം തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ബാങ്ക് ഇതിന്റെ സോഴ്സ് ചോദിക്കും. വിദേശ ലോട്ടറി ആണെന്ന് കാണുമ്പോൾ RBI ഗൈഡ് ലൈൻസ് പ്രകാരം ബാങ്കുകൾ ഈ തുക ഹോൾഡ് ചെയ്യും. നിയമവിരുദ്ധമായി പണം കടത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED അന്വേഷണം വരെ വരാം. പിഴയായ തുകയുടെ 3 ഇരട്ടി വരെ ഈടാക്കാൻ ഫെമ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്.
ഇതൊരു ചെറിയ കളിയല്ല. ഇനി ഈ പണം എങ്ങനെയെങ്കിലും അക്കൗണ്ടിൽ എത്തിയാൽ പോലും ഇന്ത്യയിലെ നികുതി നിരക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ആദായ നികുതി വകുപ്പിന്റെ സെക്ഷൻ 115BB അനുസരിച്ച് ലോട്ടറി വരുമാനത്തിന് ഫ്ലാറ്റ് 30% ടാക്സ് നൽകണം. ഇതിനൊപ്പം 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും വരും. ഇത്രയും വലിയ തുകയാകുമ്പോൾ സർചാർജ് വേറെയും വരും. ചുരുക്കത്തിൽ 2026 നിലവിലെ ടാക്സ് റേറ്റ് അനുസരിച്ച് ലോട്ടറി അടിച്ച തുകയുടെ ഏകദേശം 31 അപ്പീറൽ ശതമാനത്തിന് നികുതിയായി മാത്രം നൽകേണ്ടി വരും. ഇതിൽ യാതൊരുവിധ ഡിഡക്ഷനോ എക്സെപ്ഷൻസോ ലഭിക്കുകയില്ല. ലോട്ടറി വിന്നിങ്സ് വിദേശ രാജ്യങ്ങളിൽ ടാക്സബിൾ ആണോ എന്നുള്ളത് ആ രാജ്യത്തിന്റെ ടാക്സ് ലോ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. UAE പോലുള്ള പല രാജ്യങ്ങളിലും ലോട്ടറി വിന്നിങ്സ് ടാക്സ് ഫ്രീ ആണ്. അതേസമയം ഇതിന് ടാക്സ് ചാർജ് ചെയ്യുന്ന രാജ്യങ്ങളുമുണ്ട്. ഇപ്പം നോൺ റെസിഡൻ്റ് ആയ ഒരാളെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരു ഇൻകം അക്രൂ ആവുകയോ അല്ലെങ്കിൽ റിസീവ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ആ ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആവുന്നത്. പക്ഷേ റെസിഡൻ്റ് ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഗ്ലോബൽ ഇൻകം, അതായത് ലോകത്തിൽ എവിടെ അദ്ദേഹത്തിന് ഇൻകം കിട്ടിയാലും അദ്ദേഹം ഇന്ത്യയിൽ അതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഒരേ ലോട്ടറി വിന്നിങ്സിന് തന്നെ വിദേശ രാജ്യത്തും ഇന്ത്യയിലും ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ ഒരുപക്ഷെ അദ്ദേഹത്തിന് വന്നേക്കാം. അങ്ങനെയുള്ള അവസരത്തിൽ ഈ രാജ്യമായിട്ട് ഇന്ത്യക്കുള്ള ഡബിൾ ടാക്സേഷൻ ട്രീറ്റി പ്രകാരം അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഒരു ടാക്സ് റിലീഫ് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈ ഫണ്ട്സ് അദ്ദേഹം ഏത് രീതിയിലാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതൊരു ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം മാത്രമാണ്. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റീസിനെ സംബന്ധിച്ച് ഈ ഫണ്ട്സിൻ്റെ സോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾക്ക് ഭാവിയിൽ യാതൊരു പ്രയാസങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ഫോറിൻ ലോട്ടറി വിന്നിങ്സ് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ദാറ്റ് ഈസ് ഓൺലി ഇൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻകം ടാക്സ് അതോറിറ്റീസിനെ സംബന്ധിച്ച് അതിൻ്റെ സോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോട്ടറി വിന്നിങ് സർട്ടിഫിക്കറ്റ്സും നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല. നിയമപരമായി ടാക്സ് അടച്ചു തീർക്കാതെ ഈ പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ സ്വർണമോ സ്ഥലമോ വാങ്ങാൻ കഴിയില്ല. 50 ലക്ഷത്തിന് മുകളിൽ മൂല്യമുള്ള ഭൂമി വാങ്ങുമ്പോൾ കൃത്യമായി സ്രോതസ് വെളിപ്പെടുത്തേണ്ടതുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ ശക്തമാണ്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വിദേശ ലോട്ടറികൾ വലിയ സ്വപ്നങ്ങൾ തരുമെങ്കിലും നാട്ടിലിരുന്നത് കളിക്കുന്നത് വലിയ സാമ്പത്തിക നിയമബാധ്യതകൾ വരുത്തിവെക്കും. പ്രവാസികൾക്ക് ഇത് സുരക്ഷിതമായി നാട്ടിലേക്ക് കൊണ്ടുവരാമെങ്കിലും ഇന്ത്യ റെസിഡൻസിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അന്ധമായി ട്രെൻഡിന് പുറകെ പോകുന്നതിന് മുൻപ് ഇത്തരം നിയമവശങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. വലിയ തുകകളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ എപ്പോഴും ഒരു സാമ്പത്തിക വിദഗ്ധന്റെ സഹായം തേടാൻ ശ്രദ്ധിക്കുക. ഈ വിഷയം ഇൻഫർമേഷൻ നൽകാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുടെ നിർദ്ദേശം തേടേണ്ടതാണ്.